ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ വാക്ക് പാലിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഐഫോണിൽ നമ്മൾ എങ്ങനെയാണ് ഷീൻ എന്ന് പറയുന്നൊരു ആപ്പിൽ നിന്ന് 1000 വൗച്ചർ വെച്ചിട്ട് വാങ്ങിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. ആ വീഡിയോയ്ക്കൊരു കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നു. നോർമൽ കിട്ടുന്ന വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐഫോണിൽ എങ്ങനെയാണ് നമ്മൾ ഷീൻ എന്നുള്ള ആപ്പിൽ നിന്ന് ഡ്രസ്സ് 8 രൂപയ്ക്കും 5 രൂപയ്ക്കും 6 രൂപയ്ക്കും ഒക്കെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതുപോലെ എങ്ങനെ നമുക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഐഫോണിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി കാണാം. ഞാൻ ഇപ്പോൾ ഐക്കാർട്ടിൽ വീഡിയോ കൊടുത്തേക്കാം, ജസ്റ്റ് കയറി കണ്ടു നോക്കിയാൽ മതി. ഇത് ആൻഡ്രോയിഡുകാർക്ക്. അപ്പോൾ അന്ന് താഴെ വന്ന കുറേ കമൻസ് ഉണ്ടായിരുന്നു. ആൻഡ്രോയിഡിന് അത്യാവശ്യം കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഫ്യൂച്ചറിൽ ഈ വീഡിയോയിലേക്ക് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ ഒരു ഓഫർ എപ്പോഴാണ് നമുക്ക് കൈവിട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഷീൻ എന്ന് പറയുന്ന ഒരു ആപ്പ് നേരത്തെ നമ്മുടെ ടിക്ടോക്ക് ഒക്കെ പോലെ തന്നെ ഒരു ചൈനീസ് ആപ്പാണ്. ഇന്ത്യയിൽ ബാൻ ആക്കി കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം വേറെ ആൾക്കാർ ഏറ്റെടുത്തിട്ട് ഷീൻ പിന്നെയും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു, ഇത് കുറെ ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് അവരൊരു വൗച്ചർ അങ്ങോട്ട് ഇട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു വൗച്ചർ കിട്ടുന്നത് ഐഫോൺ iOS യൂസേഴ്സിനാണ് ഈ ഒരു ഓഫർ ഉണ്ടായിരുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ. ഷീൻ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് കണക്ട് ചെയ്തിട്ട് ആ കണക്ട് ചെയ്യുന്ന വഴി നമുക്കൊരു 1000 വൗച്ചർ കിട്ടും. പക്ഷെ ആ കണക്ട് ചെയ്യുന്നതിന് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പും അതിന് വേണ്ടിയുള്ള സൊല്യൂഷനും ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ നിങ്ങൾക്കും ഈ ഒരു ചെറിയ പൈസയ്ക്ക് നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റും. വാങ്ങിച്ചൊരു ഡ്രസ്സ് എന്ന് പറഞ്ഞില്ലേ, ആ ഡ്രസ്സ് എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ജംപ് സ്യൂട്ട് ആയിരുന്നു. കുറെ തപ്പിയാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം അതിൽ നിന്ന് ഞാൻ തപ്പി കണ്ടുപിടിച്ചത്. ആദ്യമേ പറയാമല്ലോ, നമ്മളുടെ ഒരു കൺസെപ്റ്റിനനുസരിച്ചുള്ള ഡ്രസ്സൊന്നും എല്ലാം ഒന്നും അതിൽ നിന്ന് കിട്ടണം എന്നില്ല. അതിൽ കുറച്ചുകൂടെ ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഉള്ളത്. പിന്നെ കുറച്ച് അറ്റപൂറിയൊക്കെ ഉള്ള ഡ്രസ്സുകളാണ് ഉള്ളത്. അതിൽ മോഡേൺ ഡ്രസ്സുകളും മിഡി ഡ്രസ്സുകളും പിന്നെ ലോങ് ഡ്രസ്സുകൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഞാൻ കണ്ടത്. സോ നമുക്ക് ആദ്യം കിട്ടിയ സാധനം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ കാണിച്ചു തരാം. സംഭവം നമ്മൾ ഇത് 8 രൂപയ്ക്കും 6 രൂപയ്ക്കും ഒക്കെയാണ് ഓർഡർ ചെയ്യുന്നതെങ്കിലും ഇതൊക്കെ നല്ല വിലയുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഓഫർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് 8 രൂപയ്ക്ക് കിട്ടുന്ന സാധനമൊക്കെ പൊട്ട സാധനമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഞാനും. പക്ഷെ കൈ കിട്ടുന്നിടം വരെ എനിക്ക് ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കൈ കിട്ടിയപ്പോൾ എനിക്ക് തെറ്റിദ്ധാരണ മാറി കിട്ടി. ഇതൊരെണ്ണം ഞാൻ ഐഫോണിൽ ഓർഡർ ചെയ്തതും ഒരെണ്ണം ഞാൻ ആൻഡ്രോയിഡ് ഓർഡർ ചെയ്തതും ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ലോങ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഒരെണ്ണം ജംപ് സ്യൂട്ട് ആണ്, ഒരെണ്ണം ഒരു ലോങ് ഡ്രസ്സാണ്. ആ വീഡിയോ കാണാത്തവർക്ക് നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കയറി കാണാം. ഇതിനിടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത കാര്യമാണ്, നിങ്ങൾ ആൻഡ്രോയിഡ് എന്ന് കമൻറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന്. അല്ലെങ്കിൽ ഞാൻ ചെയ്യും, നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ എനിക്കൊരു പ്രോമിസ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലേ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് അത് എത്തത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ല സേഫ് ആയിട്ടാണ് അവർ പാക്ക് ചെയ്തത്. 8 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിലും അവർ നല്ല അടിപൊളിയായിട്ടാണ് പാക്കൊക്കെ ചെയ്ത് നോർമലി ആൾക്കാർക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പാക്കേജിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു ടെൻഷനും വേണ്ട. പക്ഷേ എനിക്കൊരു പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അഡ്രസ്സ് നമ്മൾ നോർമലി കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് അതിനകത്ത് നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലും ഒക്കെ വരുന്ന ഡെലിവറി അങ്ങനെ ഈ കാർട്ട് അങ്ങനെയൊക്കെ ഉള്ളവരില്ലേ, അവരാണ് നമുക്ക് ഈ സാധനം എത്തിച്ചു തരുന്നത്. കോൺടാക്റ്റിൽ കിട്ടുന്ന ഒരു നമ്പർ കൊടുക്കണം. ഈ ആൻഡ്രോയിഡ് ഫോൺ ഞാൻ ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ്. പാക്ക് എക്സ്പയർ ആയത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവരെന്നെ വിളിച്ചപ്പോൾ എൻ്റെ സിമ്മ് കട്ടായിരുന്നു. പിന്നെ ഞാൻ അത് ജസ്റ്റ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് സാധനം കിട്ടുന്നില്ല. അപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവർ ട്രൈ ചെയ്തു, അറ്റംപ്റ്റ് ഫെയിൽഡ് ആയെന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഒന്ന് റീചാർജ് ചെയ്തു. എനിക്ക് കോൾ വന്നു കസ്റ്റമർ കെയറിൽ നിന്ന്, ഇതുപോലെ റീ അറ്റംപ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ റീ അറ്റംപ്റ്റ് കൊടുത്തിട്ടാണ് പിന്നീട് ഞാൻ പിന്നെ ഒന്നുകൂടെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ആളെ കിട്ടിയത്. അപ്പോൾ ഇതിൽ ഒരു കോഡുണ്ട്, ഇതിലൊരു ലെറ്റർ ഉണ്ട്. ലെറ്ററിൽ ഷീൻ ഇൻവേഴ്സ് മീൻസ് 23 ഒക്ടോബർ തൊട്ട് 30 നവംബർ വരെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യുക. ഷീൻ ഔട്ട്ഫിറ്റ്സ്, ഫേവറേറ്റ് ആയിട്ടുള്ള ഷീൻ ഔട്ട്ഫിറ്റ്സ് ഇട്ടിട്ട് ഷോക്കേസ് ചെയ്യുന്ന രീതിയിൽ റീല് പോസ്റ്റ് ചെയ്യുക. ഷീൻ ഔട്ട്ഫിറ്റ്സ് ആയിരിക്കണം. പിന്നെ അവർ പറയുന്ന കോഡ് യൂസ് ചെയ്യണം, ഷീൻ യുവർ ഡേ ആൻഡ് ഷീൻ ഇൻവേഴ്സ്. ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഇത് ഞാനിത് വായിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ആൻഡ് എൻഷുവർ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഈസ് സെറ്റ് ടു എ പ്രൊഫഷണൽ അക്കൗണ്ട്. നിങ്ങളുടെ പ്രൊഫഷണൽ അക്കൗണ്ട് ആയിരിക്കണം. ഷീൻ ഇന്ത്യ ടാഗ് ചെയ്തിരിക്കണം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ ആരുടെയെങ്കിലും കണ്ടന്റ് കോപ്പി അടിച്ചു കൊണ്ടുപോയി ചെയ്യരുത്. ഡോണ്ട് പോസ്റ്റ് ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ്. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഷീൻ്റെ പേരിൽ ഇറക്കരുത്. പിന്നെ സ്പാം എൻട്രീസ് സമ്മതിക്കില്ല. ഡോണ്ട് കോൾ ഔട്ട് ഡിസ്കൗണ്ട്സ് ഓർ സെയിൽസ്. ഇതിൽ റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് പ്രൈസ് ടിപ്പ് ടു മാൽഡീവ്സ് ഫോർ 2. 2 പേർക്ക് മാൽഡീവ്സിൽ പോകാൻ പറ്റും. പിന്നെ ടോപ്പ് 3 വരുന്ന ആൾക്കാർക്ക്
ഷീൻ ബിൽബോർഡ് പ്ലസ് 50,000 ക്യാഷ് പ്രൈസ് പ്ലസ് 50,000 വേർത്തിൽ ഷീൻ മെർക്കൻഡൈസിൻ്റെ ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. പെർഫോം ചെയ്യുന്നവർക്ക് എക്സൈറ്റിംഗ് റിവാർഡ്സ് ഉണ്ട്, എക്സ്ക്ലൂസീവ് ഷീൻ പെർക്സ്. അപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തൊക്കെയോ അവർ തരുമെന്നൊക്കെയാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്ത ബോക്സിലില്ലായിരുന്നു, ഈ പ്രാവശ്യം ഉള്ളതിലാണ് ഉള്ളത്. സോ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ പ്രോഡക്റ്റ് നല്ലൊരു പാക്കേജിലാണ് അവർ തരുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണ് മനസ്സിലാവും, ഇതേ സെയിം പാക്കേജിലായിരുന്നു സാധനം വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജംപ് സ്യൂട്ടായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ ബോഡിയും ഇതുപോലൊരു എന്താ പറയുന്നത് സ്ട്രൈപ്പ് ഒരു വള്ളി അതുണ്ട്. പിന്നെ ബാക്കിലൊരു എലാസ്റ്റിക് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ സൈസ് ലാർജ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് വെയിറ്റ് ലോസിന് ശേഷം ലാർജ് ഓർഡർ ചെയ്യണം മീഡിയം ഓർഡർ ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മീഡിയം ആണെങ്കിൽ കുഴലിലിട്ട് അടിച്ചതുപോലെ ഇരിക്കും, ലാർജ് ആണെങ്കിൽ ലൂസായിരിക്കും. ഇത്തവണ എടുത്ത ലാർജ് എനിക്ക് കാല് ഭയങ്കര വലുതാണ്, ഇതിൻ്റെ ഈ ലെങ്ത്ത് ഭയങ്കര കൂടുതലാണ്. പിന്നെ എനിക്ക് ബാക്ക് സൈഡ് ഭയങ്കര ലൂസാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ താഴെയുള്ള സൈസിലേക്ക് ഞാൻ ഷിഫ്റ്റ് ആക്കും. ജംപ് സ്യൂട്ട് ലൂസായിട്ടിരുന്നാൽ എങ്ങനെ ഇരിക്കണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിലപ്പോൾ അത് അങ്ങനെ ആക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ എങ്ങനെ ചെയ്തു എന്നറിയണ്ടേ. സോ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് പോവാം. ഇതിനു വേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഷീൻ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്താൽ ഷീൻ ഇന്ത്യ ഫാസ്റ്റ് ഫാഷൻ എന്ന ആപ്ലിക്കേഷൻ വരും. അത് ഇൻസ്റ്റാൾ ചെയ്യുക, ഫോൺ നമ്പർ വെച്ച് കണ്ടിന്യൂ ചെയ്യുക. അവിടെ ഇമെയിൽ ഐ ഡിയും നെയിമും ജെൻഡറും ഫില്ല് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അത് കണ്ടിന്യൂ കൊടുത്ത ശേഷം നമ്മുടെ നമ്പറിലേക്ക് ഒരു OTP വരും. അത് ഡിറ്റക്റ്റിംഗ് OTP എന്ന കോളത്തിൽ ഫില്ല് ചെയ്ത് സ്റ്റാർട്ട് ഷോപ്പിംഗ് കൊടുത്താൽ നമ്മൾ നേരെ ആപ്പിൽ എൻ്റർ ആവും. അവിടെ ഷീൻ ഇൻവേഴ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ടുഡേ എന്ന് കൊടുത്താൽ ഇൻസ്റ്റ അക്കൗണ്ട് കണക്ട് ചെയ്യാനായിട്ട് അവരൊരു ഓപ്ഷൻ കാണിക്കും. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം ആൻഡ് പ്രൊഫഷണൽ അക്കൗണ്ട് ആയിരിക്കണം. ഇവിടെ എൻ്റെ അതല്ലായിരുന്നു, എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് അത് മാറ്റേണ്ട ഒരു സ്റ്റെപ്പും കൂടെ അവർ നമുക്ക് കാണിച്ചു തരും. ഇല്ലെങ്കിൽ നമ്മളത് ആക്കണം. ഇപ്പോൾ ഇൻസ്റ്റ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഫോൺ നമ്പറോ യൂസർ നെയിമോ ഇമെയിൽ ID കൊടുത്ത് പിന്നെ അതിൻ്റെ പാസ്വേഡൊക്കെ ഓർമ്മയില്ലെങ്കിൽ ഓർത്തെടുക്കണം. അതോടെ ഫില്ല് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഒന്നും കൂടി ഷീൻ ഇൻവേഴ്സ് ഓണാക്കി താഴത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്ത് ജോയിൻ ദ വൈബ് കൊടുത്താൽ ജോയിൻ ടുഡേ എന്ന് കാണാം. ഈ ഒരു ഓപ്ഷൻ എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പബ്ലിക് അക്കൗണ്ട് അല്ലായിരുന്നു, എൻ്റെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് അല്ലായിരുന്നു. ഇതുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ വരില്ല. പക്ഷേ നമ്മളോട് പെർമിഷൻ ചോദിക്കും, നമ്മുടെ അക്കൗണ്ട് ആക്സസ് ചെയ്തോട്ടെ എന്നുള്ളത് അവർ ചോദിക്കും. അപ്പോൾ നമ്മളതൊന്ന് ടിക്കറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മളത് കൺഫേം ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ വൗച്ചർ അൺലോക്ക് ആകും. അവിടുന്ന് ടാപ്പ് ടു കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കൂപ്പൺ കോഡ് നമുക്ക് കോപ്പി ആക്കാം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ സ്റ്റാർട്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ ഓഫർ സെയിലിൽ ഇട്ടിരിക്കുന്ന കാറ്റലോഗാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ഷോപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പ്രോഡക്റ്റ്സ് ഒരു 3,000-4,000 പ്രോഡക്റ്റ്സ് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ എത്ര രൂപയുടെ കൂപ്പൺ ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് ടാലി ആവുന്ന പ്രോഡക്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. മീൻസ് നിങ്ങൾക്കിപ്പോൾ ഒരു 200-ന് താഴെ ഒരു 199-ഓ 99-ഓ 50-ഓ 8-ഓ അങ്ങനെ ഒരു റേറ്റിലാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നോക്കിയെടുക്കണം പ്രോഡക്ട്സിൻ്റെ റേറ്റ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നിൽ കൂടുതലോ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കാർട്ടിലേക്ക് ആക്കിയിട്ട് അപ്ലൈ കൂപ്പൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്താൽ 500 രൂപ വൗച്ചർ കൂപ്പൺ കോഡ് നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പേസ്റ്റ് ആക്കാൻ പറ്റും. അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 479 രൂപയുടെ ഈ ഒരു പ്രോഡക്റ്റ് 8.49 റുപ്പീസായി മാറുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടവർക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നത് UPI, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ക്യാഷ് ഓൺ ഡെലിവറി ഇത്ര അവൈലബിൾ ആണ്. അങ്ങനെ പേയ്മെന്റ് ചെയ്താൽ ഓർഡർ കൺഫേം ആവും. ഓർഡർ കൺഫേം ആയി എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ആക്കുവാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ ഷീനിൽ നിന്ന് ഓർഡർ ചെയ്യാം. പിന്നെ ഞാൻ ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഐഫോണിൽ ചെയ്തപ്പോൾ എൻ്റെ ഒരു 10K ഉള്ളൊരു അക്കൗണ്ടിൽ നിന്നായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് 1000 വൗച്ചറാണ് കിട്ടിയത്. പിന്നീട് ഞാൻ ഒരു 1000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഞാനിത് അപ്ലൈ ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഇപ്പോൾ അപ്ലൈ ചെയ്തില്ലേ, ഇത് ഞാൻ 500 രൂപയുടെ വൗച്ചറാണ് എനിക്ക് കിട്ടിയത്. ഫോളോവേഴ്സിൻ്റെ കൗണ്ടിനനുസരിച്ചാണ് ഇരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി ഫൈനലായിട്ട് ഷീനിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ ആപ്പ് നമുക്ക് സ്വന്തമായിട്ട് എങ്ങും മേടിക്കണം എന്നുണ്ടെങ്കിൽ, മീൻസ് നമ്മുടെ ആ ഒരു അസസ് ചെയ്യുന്ന ആ ഒരു സംഭവം നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോവുക,
സെറ്റിംഗ്സ് ആൻഡ് ആക്ടിവിറ്റിയിൽ ആപ്പ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആപ്പ് വെബ്സൈറ്റ് പെർമിഷൻസ് എന്ന് വരും. അതിൽ ആപ്പ് വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗലേറി 5 ഷീൻ IG എന്ന് പറയുന്ന ഒരു ID വരും. അത് നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഷീൻ പിന്നെ മെസ്സേജ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട, സംഭവം സേഫ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുക്കുക. അതായത് ഇത്രയും റേറ്റ് കുറവിന് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. 8 രൂപയല്ലേ 8 രൂപയെങ്കിൽ 8 രൂപയല്ലേ പോകുന്നുള്ളൂ. ഇത് എത്ര നാളുണ്ടാവും ഈ ഓഫർ എന്നൊന്നും എനിക്കറിയില്ല. ഈ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 30 ഡേയ്സിനുള്ളിൽ ഈ വൗച്ചർ വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കണം. അങ്ങനെ ഒരു സംഭവം ഞാൻ അതിൽ കണ്ടു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വീഡിയോ അയച്ചു കൊടുക്കുക. ആൻഡ്രോയിഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയേക്കാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.